വീട്, ഹോട്ടൽ, വ്യവസായശാലകൾ എന്തുമായിക്കൊള്ളട്ടെ, മുഴുവൻ വെള്ളവും പമ്പ് ചെയ്യുമ്പോൾ തന്നെ ഫിൽട്ടർ ചെയ്ത് അതിലെ മാലിന്യങ്ങളും ബാക്ടീരിയകളും നീക്കം ചെയ്ത് ശുദ്ധമാക്കുന്നു. അക്വാസ് ഫ്ലാഷ് വാട്ടർ പ്യൂരിഫയർ. ചേലക്കരയിൽ പുതിയ റോഡും പൊട്ടിപ്പൊളിഞ്ഞു. ചേലക്കര തൊഴുപ്പാടം റോഡിൽ വെങ്ങ്യാനല്ലൂർ പ്രദേശത്താണ് പുതിയതായി ടാറിട്ട റോഡ് ദിവസങ്ങൾക്കുള്ളിൽ പൊട്ടി നിരങ്ങിയിരിക്കുന്നത്. പരക്കാടും വെങ്ങ്യാനല്ലൂരുമുള്ള 4ഓളം ക്വാറികളിൽ നിന്നും അളവിൽ കൂടുതൽ കരിങ്കൽ കയറ്റി വരുന്ന ടോറസ് വാഹനങ്ങളുടെ പാച്ചിലാണ് റോഡ് തകരാൻ കാരണമെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. അമിത ലോഡ് കയറ്റിക്കൊണ്ട് 12 വീലും 16 വീലും ഉള്ള ടോറസുകൾ അമിത വേഗത്തിൽ ഈ റോഡിൽ കൂടെ ഓടുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ റോഡ് പൊളിച്ചിരിക്കുന്നത്. ഒരു ഓട്ടോറിക്ഷയ്ക്കോ ഒരു 2 വീലറിനോ ഈ റോഡിൽ കൂടെ പോകാൻ കഴിയാത്ത രീതിയിലുള്ള ലോഡുകളാണ് ഈ വഴിയിൽ കൂടെ പോകുന്നതും. ഇതിന് ഒരു പ്രക്ഷോഭം എന്നുള്ള നിലയ്ക്ക് ജനങ്ങൾ രംഗത്തേക്ക് ഇറങ്ങണം എന്നുള്ളതും ഉദ്യോഗസ്ഥന്മാർ ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും ഞാൻ ആവശ്യപ്പെടുന്നു. അപ്പോൾ ഇവിടെ തകരാനുള്ള കാരണം മെയിനായിട്ട് ഈ ഭാരവാഹനങ്ങൾ വരുന്ന സമയത്ത് ബ്രേക്ക് ചെയ്യുമ്പോൾ പറഞ്ഞ ഈ അളവിലാണ് എല്ലാ വണ്ടിയും ബ്രേക്ക് ചെയ്തിട്ടേ പോവുക. ബ്രേക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ ടാറ് തന്നെ പോകും. പ്രത്യേകിച്ച് ഇപ്പോൾ തീരുന്ന സമയമാണ്. പോരാമ്പത്തിന് അടിയിൽ ഇപ്പോൾ അത്ര വലിയ ഗ്രിപ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത്. നോർമൽ പഴയ ആ മിനുക്കുള്ള മറ്റേ റോഡിൻ്റെ റോഡ് കൂടെ ജസ്റ്റ് ടാർ ചെയ്തു. അപ്പോൾ അടിവശം എങ്ങനെയാലും ലൂസായതുകൊണ്ട് ലോഡുള്ള വണ്ടികൾ കഴിഞ്ഞ് ബ്രേക്ക് ചെയ്ത സമയത്ത് സ്വാഭാവികമായിട്ടും എല്ലാവരും ഇതിനെ തിരിച്ചിട്ട് പോകും. അപ്പോൾ അടുത്ത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം പൊതുവെ അങ്ങനെ കാണുന്നുണ്ട്. ഏറെക്കാലം പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെ പൊടി തിന്ന് നരകയാത്ര നടത്തിയ നാട്ടുകാരെ വെല്ലുവിളിച്ച് മരണപ്പാച്ചിൽ നടത്തിയ ക്വാറി വാഹനങ്ങൾ വീണ്ടും പുതിയ റോഡും തകർക്കുന്ന നിലയിലാണ്. റോഡ് പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ വെങ്ങ്യാനല്ലൂരിലുള്ള ജോസഫ് ഇട്ടിയാരയുടെ ഉടമസ്ഥതയിലുള്ള ക്വാറിയിൽ നിന്നുള്ള വാഹനങ്ങൾ സമരസമിതി റോഡിൽ തടഞ്ഞ സംഭവം ഏറെ വിവാദമായിരുന്നു. ചില ഉദ്യോഗസ്ഥരെയും ജനപ്രതിനിധികളെയും കൂട്ടുപിടിച്ചാണ് നിയമം കാറ്റിൽ പറത്തി അനധികൃതമായി ചേലക്കരയിൽ ക്വാറികൾ പ്രവർത്തിക്കുന്നതെന്നും ഇത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഏറെ അപകടകരമാവുന്നുണ്ടെന്നും ആക്ഷേപം പല കോണിൽ നിന്നും ഉയർന്നു വന്നിട്ടുമുണ്ട്. കൂടുതൽ തോർത്ത് അമിത ഭാരം കയറി പോകുന്ന കാരണമാണ് റോഡ് ഈ നിലയ്ക്ക് ആവാൻ കാരണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എത്ര പറഞ്ഞിട്ടും അവർ ഓവർലോഡ് കയറി പോവാൻ ചെയ്യുന്നത് 12 കിലോ വാഹനങ്ങളിലേക്ക് ഓടുന്നതാണ്. ഈ വഴി കൂടെ പോകുമ്പോൾ സാധാരണക്കാരായ ജനങ്ങളും കുട്ടികളും പ്രായമായവരും വിദ്യാർത്ഥികളും പോകുന്ന ഒരു വഴിയുടെ അവസ്ഥയാണ്. ഒന്ന് കാണണം, ഈ സൈഡൊന്ന് കാണണം. കണ്ടോ, ഈ സൈഡൊന്ന് നോക്കി നോക്കും. അങ്ങോട്ട് തിരികെ, വണ്ടി തിരികെ, അങ്ങോട്ട് ക്യാമറ തിരികെ, അങ്ങനെ ക്യാമറ തിരികെ. 2 ടോറസ് വരുന്നുണ്ട്. 2 ടോറസ് ഒരുമിച്ചിട്ട് 3-4 വിദ്യാലയങ്ങൾക്ക് പോകുന്ന വിദ്യാർത്ഥികളും സാധാരണക്കാരായ ആൾക്കാർ പോകുന്ന വഴിയിൽ കൂടെ എനിക്ക് ആളുകൾ തിരിക. ഈ റോഡിന്റെ അവസ്ഥ നോക്കിയിട്ട് ഒരു 50 വയസ്സായിട്ടുള്ള ഒരാള് റോഡിന് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ കെട്ടിമറിഞ്ഞ് വീഴുന്ന അവസ്ഥയാണ്. കണ്ടോ റോഡിന്റെ അവസ്ഥ നോക്കി നോക്കൂ. 2 സൈഡും ഒന്നും മണ്ണിട്ട് നിരത്താനോ അല്ലെങ്കിൽ ഇതൊന്നുമില്ല. ഇവര് പറയുന്നത് റോഡ് നന്നാക്കി, എത്ര കോടി മുടക്കി റോഡ് നന്നാക്കി. റോഡ് നന്നാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? സാധാരണക്കാരന് ഉപയോഗിക്കാൻ പറ്റണ്ടേ? ഒരു മാസം ആയിട്ടില്ല റോഡ് ടാർ ചെയ്തിട്ട്. 12 വീലും 16 വീലും ഫോഴ്സുകൾ അമിത ഭാരം കയറ്റിക്കൊണ്ട് അമിത സ്പീഡിൽ പോകുമ്പോൾ ഇവിടെ മല്ലന്റെ അവിടെ ഒരു വളവുണ്ട്. ആ വളവിൽ അവിടുന്ന് ഒരു ടോറസ് ഇവിടുന്ന് വരുമ്പോൾ പെട്ടെന്ന് ചവിട്ടുന്ന ഒരു സ്റ്റേജ് ആയതുകൊണ്ടാണ് ഈ റോഡ് നിരങ്ങാൻ കാരണം. അടിയിൽ ഗ്രിപ്പില്ലാത്തതുകൊണ്ടും മുകളിലൊരു ചെറിയ കനത്തിൽ ടാറുള്ളതുകൊണ്ടും ആണ് ഇത് നിരങ്ങി പോകുന്നത്.
അപ്പോ അത് എല്ലാ സ്ഥലങ്ങളിലും വളവുകളിലൊക്കെ അമിത സ്പീഡിലാണ് വരുന്നത്. ഒരു ഉദ്യോഗസ്ഥന്മാരോ മറ്റുള്ളവരോ പരിശോധിക്കാനോ ജിയോളജിനെ 2-3 പ്രാവശ്യം ഞങ്ങൾ വിളിച്ചു. ജിയോളജിക്ക് വണ്ടിയില്ല, വരാൻ മാർഗമില്ല. വണ്ടി അയക്കാന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ പറയുമ്പോഴേക്കും ഞങ്ങൾക്ക് വരാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് ജിയോളജിസ്റ്റ് പറഞ്ഞത്. അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. ഈ സാഹചര്യത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഈ റോഡ് സംരക്ഷിക്കണം. അതിനു വേണ്ട എല്ലാ സംരക്ഷണവും ഉദ്യോഗസ്ഥ തലത്തിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ചാനൽ കൊണ്ടുവന്ന് സംസാരിച്ചത്.